എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണൊരുക്കങ്ങളൊക്കെ എവിടം വരെയായി? ചിപ്സും ശർക്കര ഉരുട്ടിയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയോ എല്ലാവരും? ഇനി 3-4 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഓണത്തിന് ചെയ്യാൻ പറ്റുന്ന 3 പായസം റെസിപ്പീസുമായിട്ടാണ്. ഒരുമിച്ച് ക്ലബ് ചെയ്തേക്കാണ് എല്ലാം കൂടെ. ആദ്യത്തെ പായസം അടപ്രഥമനാണ്, പിന്നെ പരിപ്പ് പായസം, പിന്നെ ഒരു ക്യാരറ്റ് വേർമസലി പായസം. ഈ 3 റെസിപ്പീസും ഞാൻ ഇതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത് ഞാനൊന്ന് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് എളുപ്പം വാച്ച് ചെയ്ത് മനസ്സിലാക്കാവുന്ന രീതി ചെയ്തേക്കാണ്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ തന്നെ കാണുക. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇനി കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ വീഡിയോ കൊടുത്തേക്കാം. അപ്പോൾ അതും കൂടി കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പം പോകാം ഇന്നത്തെ അടിപൊളി 3 പായസം റെസിപ്പീസിലേക്ക്. ആദ്യം അടപ്രഥമൻ്റെയാണ് കാണിക്കുന്നത്. അട എല്ലാവർക്കും അറിയാം, അത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ വേവിച്ചെടുക്കേണ്ടതാണ്. അന്നേരം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അട അതിനകത്തിട്ട് കൊടുക്കുക. പിന്നെ അത് നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ അടച്ച് 1 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷമാണ് അത് നന്നായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചിടുക. പിന്നെ 1 മണിക്കൂറിന് ശേഷം അത് നന്നായിട്ട് 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കുക. പിന്നെ ശർക്കര പാനിയാക്കി നമ്മൾ ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ഇത് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ അത്രയും വീഡിയോയ്ക്ക് ടൈം എടുക്കില്ലേ. അന്നേരം ഇത് ശർക്കര പാനിയിലോട്ട് ഞാൻ പിന്നെ ചൗവരി വേവിച്ച് ചേർക്കുന്നുണ്ട്. ഈ വേവിച്ച് വെച്ച അട അതിനകത്ത് നന്നായിട്ട് വരണ്ട് വരണം. അടയൊരു വരണ്ട് ആ ശർക്കരയുടെ വെള്ളം എല്ലാം പറ്റി അടയിൽ നന്നായിട്ട് ശർക്കര പിടിച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചൗവരിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തേങ്ങാപ്പാലിന് പകരം ഡബിൾ ക്രീം പശുവും പാൽ തന്നെയാണ് ചേർക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൗസ് മിൽക്കാണ് ഞാൻ 2 പായസത്തിലും അടപ്രഥമനിലായാലും പരിപ്പ് പായസത്തിലായാലും ചേർത്തേക്കുന്നത്. പക്ഷേ ഡബിൾ ക്രീം മിൽക്കാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, ഒരു ഡിഫറൻസും ഇല്ല. ഇനിയിപ്പം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ മസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. പക്ഷേ നമുക്ക് ഈസിയാണ്. തേങ്ങാപ്പാലെടുത്ത് അതിനുള്ള സമയവും വേസ്റ്റ് ആക്കണ്ട, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ശർക്കര അടയായിട്ട് വരണ്ട് വരുന്ന ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. അന്നേരം നല്ല ഡബിൾ ക്രീം മിൽക്ക് യൂസ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് ഈ ശർക്കരയെല്ലാമായിട്ട് വരണ്ട അട വന്നതിന് ശേഷം ഡബിൾ ക്രീം മിൽക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കുറുകി വരുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും പിന്നെ ചുക്ക് പൊടിച്ചതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കടുക് വറ പ്രോസസ്സ്. നെയ്യ് ചൂടാക്കുക, നെയ്യിലോട്ട് തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂപ്പിച്ച് ചേർക്കുക, കിസ്മിസ് പിന്നെ കാഷ്യൂനട്ട് ഇത്രയും കൂടെ നന്നായിട്ട് വറുത്തതിന് ശേഷം ഈ അടപ്രഥമനിലോട്ട് ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള അടപ്രഥമൻ പായസം റെഡിയാവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് പായസത്തിലോട്ട് പോവാം. അത് പരിപ്പ് പായസമാണ്. അപ്പോൾ പ്രഥമൻ പായസങ്ങളാണല്ലോ ആദ്യം നമ്മൾ ഏത് സദ്യക്കായിട്ടും വിളമ്പുന്നത്. ഇവിടെ ഇപ്പം പരിപ്പ് പായസം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാണ്. പരിപ്പ് ഞാനിവിടെ ചെറുപയർ പരിപ്പാണ് എടുത്തേക്കുന്നത്, തൊലി കളഞ്ഞ പരിപ്പാണ്. അത് നന്നായിട്ട് ചൂടാക്കിയ ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ പരിപ്പ് വേവിച്ചതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരയിലോട്ട് അത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് വരണ്ട് വരണം. പരിപ്പിന് വരണ്ട് വരാൻ കുറച്ച് സമയമെടുക്കും. വെള്ളമെല്ലാം ശർക്കരയിലെ വറ്റി പരിപ്പ് നന്നായിട്ട് കുറുകി ആ ശർക്കരയിൽ വരണ്ട് വരണം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ പായസത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഡബിൾ ക്രീം മിൽക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഈ പ്രാവശ്യം എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഡബിൾ ക്രീം മിൽക്ക് തന്നെ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. അത് നന്നായിട്ട് വരണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ പാല് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ട് ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും പിന്നെ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് കുറുകി വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ലാസ്റ്റ് കടുക് വറ പ്രോസസ്സിലോട്ട് പോകാം. ഈ പായസത്തിനും തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം സെയിം തന്നെയാണ് ഇടുന്നത്. അതും നന്നായിട്ട് നെയ്യിൽ മൂപ്പിച്ച് ഈ പായസത്തിലോട്ട് ചേർത്ത് കൊടുത്താൽ നമ്മുടെ സെക്കൻഡ് പായസവും റെഡിയാവും. ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നേരത്തെ ഇട്ട വീഡിയോ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ആ വീഡിയോയും കൂടെ കണ്ടു നോക്കൂ കേട്ടോ.
അപ്പോൾ കാഷ്യൂനട്ടും നട്ട്സും കിസ്മിസും എല്ലാം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് പരിപ്പ് പായസത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി പരിപ്പ് പായസവും ഇവിടെ റെഡിയായി. സെക്കൻഡ് പായസവും റെഡിയായി. ഇനി ലാസ്റ്റ് നമ്മൾ പോകുന്ന എപ്പോഴും ഒരു വെള്ള പായസത്തിലോട്ടായിരിക്കുമല്ലോ. അതിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പായസമാണ് ക്യാരറ്റ് വേർമസലി പായസം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പായസം പറ്റിയാൽ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ പായസം ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ഈസിയാണ്. ഇവിടെ ഞാൻ ചെറിയ വേർമസലിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിന് വലിയ കുക്കിംഗ് ടൈം ഒന്നുമില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ പായസം റെഡിയാവും. ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ചെറുതായിട്ട് ഒന്ന് പീസാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾറെഡി റോസ്റ്റഡ് വേർമസലി ആയിരുന്നു, പക്ഷേ ഞാൻ നെയ്യിൽ ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്യാരറ്റും നെയ്യിൽ തന്നെ സോർട്ട് ചെയ്തെടുക്കണം. ക്യാരറ്റും നെയ്യിൽ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം, അതായത് ക്യാരറ്റിനൊരു പച്ചമണം ഉണ്ടല്ലോ, അത് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് ഫുൾ ക്രീം മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഹൗസ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഫുൾ ക്രീം മിൽക്ക് തന്നെ യൂസ് ചെയ്യുക. അത് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ക്യാരറ്റിനൊരു ചെറിയ വേവേ കാണും. എന്താ വെച്ചാൽ ഓൾറെഡി നെയ്യ് വഴറ്റിയതുകൊണ്ട് ചെറിയ പീസും ആണല്ലോ. ഇനി ഇങ്ങനെ ചെറിയ പീസായിട്ട് കിടക്കുന്ന ഇഷ്ടമല്ലാത്തവർക്ക് ഗ്രേറ്റ് ചെയ്തിടാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ക്യാരറ്റ് അരച്ച് ചേർക്കാം. അത് പക്ഷേ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അരച്ച് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് പറയുന്നത്. ഇതിപ്പം പാലിൽ ക്യാരറ്റും പാലും എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് ഒന്ന് ആ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വേർമസലി ചേർത്ത് കൊടുക്കാം. വേർമസലി ഇവിടെ ഞാൻ വളരെ തിന്നായിട്ടുള്ള വേർമസലി യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിന് വലിയ വേവൊന്നുമില്ല. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ വെന്ത് കിട്ടും. അതിനുശേഷം പഞ്ചസാര ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ഏലക്ക പൊടിച്ചതും നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയുടെയൊക്കെ ക്വാണ്ടിറ്റി ഞാൻ ഡീറ്റെയിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ ഈ 3 വീഡിയോസിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ക്വാണ്ടിറ്റി അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൂടി നോക്കുക കേട്ടോ. അപ്പം വളരെ ഈസി അല്ലേ? ഈ 3 പായസങ്ങളും അടിപൊളി ടേസ്റ്റിലുള്ള പായസങ്ങളാണ്. ഓണത്തിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി 3 പായസം റെസിപ്പീസാണ്. അപ്പോൾ ഇതിലേതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങളതനുസരിച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ഈ പായസങ്ങളെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറഞ്ഞ ഈ രീതിയിൽ തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നമ്മുടെ വേർമസലി ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് സെയിം രീതിയിൽ തന്നെ നെയ്യിൽ നമ്മൾ ഇവിടെ തേങ്ങാക്കൊത്തില്ല, ഇവിടെ കാഷ്യൂനട്ടും കിസ്മിസും മാത്രമേ ചേർക്കുള്ളൂ. അപ്പോൾ ഇതും കൂടെ നന്നായിട്ട് വറുത്ത് പായസത്തിലോട്ട് ചേർത്താൽ നമ്മുടെ അടിപൊളി ക്യാരറ്റ് വേർമസലി പായസവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി അല്ലേ ഇത്? 10 മിനിറ്റ്സിനുള്ളിൽ ഈ പായസം റെഡിയാവും കേട്ടോ. പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന പായസമാണ്. അപ്പോൾ ഈ 3 പായസവും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ സന്തോഷമായിട്ട് ആഘോഷിക്കുക. ഒരിക്കൽ കൂടി എൻ്റെയും ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അടുത്ത വീഡിയോയിൽ കൂടി നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. ബൈ ഫ്രം സ്വപ്ന അരുൺ.